കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ ശക്തിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചില മനുഷ്യർക്കൊക്കെ ഒരു സംശയമുണ്ടാകും. പണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരണസമയത്ത് നീ എന്താണോ നിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് അത് നീ ആയിത്തീരും, അടുത്ത ജന്മത്തിൽ നീ അതായിത്തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഈ മാനിഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതികഠിനമായ നമ്മുടെ ആഗ്രഹത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട് അതിനെ പറ്റിയിട്ട്. നിങ്ങൾ ആ കഥയൊന്ന് കേട്ടു നോക്കൂ. അതായത് പണ്ട് കോഴിക്കോട്ട് കാരാട്ട് നമ്പൂതിരിയുടെ ശിഷ്യനായിട്ട് വളരെ പ്രസിദ്ധനായ ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ചികിത്സ ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തും പോവുകയില്ല. പക്ഷെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ തേടി അങ്ങോട്ട് എത്തുമായിരുന്നു. അദ്ദേഹം തൻ്റെ ചികിത്സയ്ക്ക് യാതൊരു പ്രതിഫലവും മേടിച്ചിരുന്നില്ല. പക്ഷേ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ എല്ലാവരും കൊടുക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ധനികനായിരുന്നു, ഒരു പ്രമാണിയുമായിരുന്നു. ഈ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തെക്കുവശത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു. അവിടെ കൊച്ചുരാമൻ എന്നു പേരുള്ള ഒരു ബാലനായിരുന്നു. അമ്മയും മകനുമായിരുന്നു അവിടെ താമസിച്ചു കൊണ്ടിരുന്നത്. വളരെ ദാരിദ്ര്യമായിരുന്നു ആ വീട്ടിൽ. ഈ കൊച്ചുരാമൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം തോന്നുകയും വിഷവൈദ്യം ഒന്ന് പഠിച്ചാൽ കൊള്ളാം, അങ്ങനെ വിഷവൈദ്യം പഠിച്ചാൽ ചികിത്സിച്ച് തനിക്കും ഒരു സമ്പന്നനാകാമെന്ന് ഇദ്ദേഹം ധരിച്ചു. ഈ കാരാട്ട് നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്ന ആ വിഷവൈദ്യൻ്റെ അടുത്ത് ധാരാളം കുട്ടികൾ വിഷവൈദ്യം പഠിക്കാനായിട്ട് വരുന്നത് ഈ കൊച്ചുരാമൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ കൊച്ചുരാമനും വൈദ്യം പഠിക്കാനായിട്ട് നിശ്ചയിക്കുന്നു. അധ്യാപകനെ കാണാനായി ആദ്യമായി പോവുകയാണ്. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു ദക്ഷിണ വെക്കാതെ എങ്ങനെയാണ് പോകുന്നത്? ഒന്നും കയ്യിലില്ല, പണമായിട്ട് ഒന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കൊച്ചുരാമൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഒരു കുമ്പളങ്ങയുടെ ഒരു വള്ളി ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അതിൽ ധാരാളം കുമ്പളങ്ങയും ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിലൊരു കുമ്പളങ്ങയും പറിച്ചെടുത്തുകൊണ്ട് അതിരാവിലെ തന്നെ ഈ കൊച്ചുരാമൻ ഈ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ നമ്പൂതിരി രാവിലെ കതകു തുറന്നു നോക്കുമ്പോൾ ഈ കൊച്ചുരാമൻ ഈ കുമ്പളങ്ങയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഈ നമ്പൂതിരി ചോദിക്കുകയാണ്, എന്താ വിഡ്ഢി കൂഷ്മാണ്ഡവുമായി രാവിലെ വന്നു നിൽക്കുന്നത്? അതായത് കൂഷ്മാണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങയുടെ സംസ്കൃത നാമമാണ്. ഇങ്ങനെയാണ് ഈ നമ്പൂതിരി ഈ ബാലനോട്, കൊച്ചുരാമനോട് ചോദിച്ചത്. അപ്പോൾ കൊച്ചുരാമൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്, എങ്ങനെങ്കിലും ഈ വിഷവൈദ്യം ഒന്ന് പഠിച്ചെടുക്കണം, പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആളുകളെ ചികിത്സിച്ച് തൻ്റെ ദാരിദ്ര്യമൊക്കെ മാറ്റണം. ഇതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ പകുതി മനസ്സോടുകൂടി, അതായത് പകുതി ശ്രദ്ധയോടുകൂടിയാണ് നിൽക്കുന്നത്. ബാക്കി ശ്രദ്ധ മുഴുവനും ഇത് പഠിച്ചെടുക്കുന്നതിലാണ്, തനിക്കൊരു പണക്കാരനായി മാറുന്നതിലാണ്. അതുകൊണ്ട് തന്നെ വിഡ്ഢി കൂഷ്മാണ്ഡം ഈ രണ്ട് വാക്കുകൾ മാത്രമേ കൊച്ചുരാമൻ കേട്ടുള്ളൂ. കൊച്ചുരാമന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിഡ്ഢി എന്ന വാക്കും കൂഷ്മാണ്ഡം എന്ന വാക്കിൻ്റെയും പൂർണ്ണമായ അർത്ഥമൊന്നും കൊച്ചുരാമന് മനസ്സിലായില്ല. വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന രണ്ട് വാക്ക് മാത്രം കേൾക്കുകയും അതായിരിക്കാം വിഷവൈദ്യം ചെയ്യാനുള്ള ആ ഒരു മന്ത്രം എന്ന് ധരിക്കുകയും പെട്ടെന്ന് തന്നെ ആ കുമ്പളങ്ങ അവിടെ വെച്ചിട്ട് ഒന്നുകൂടി ഗുരുവിനെ തൊഴുത് വണങ്ങിയിട്ട് പെട്ടെന്ന് ഓടിയങ്ങ് പോയി. ഈ നമ്പൂതിരിക്ക് വലിയ വിഷമമായി. കാരണം അതിരാവിലെ തന്നെ വിഡ്ഢി എന്നൊക്കെ വിളിച്ചതുകൊണ്ട് പാവം കൊച്ചുരാമന് ദേഷ്യം വന്നു കാണും. അതുകൊണ്ടായിരിക്കാം ഒന്നും മിണ്ടാതെ പോയത് എന്ന് ഈ നമ്പൂതിരി ധരിക്കുകയും ചെയ്തു. പക്ഷേ
കൊച്ചിരാമന് വളരെ സന്തോഷമാണ്. കാരണം പെട്ടെന്ന് തന്നെ മന്ത്രം പഠിപ്പിച്ചു തരികയും ചെയ്തു. ഈ നമ്പൂതിരി എങ്ങോട്ടും വിഷവൈദ്യം ചെയ്യാനായി പോകാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ കൊച്ചിരാമൻ്റെ സ്ഥിതി അതായിരുന്നില്ല. കൊച്ചിരാമൻ എവിടെ ആർക്ക് പാമ്പുകടി ഏൽക്കുന്നുണ്ടോ അവിടേക്ക് ചെല്ലുകയായിരുന്നു ഈ കൊച്ചിരാമൻ്റെ പതിവ്. അതിനു മുമ്പായിട്ട് ഈ കൊച്ചിരാമൻ ഈ മന്ത്രം പഠിച്ചല്ലോ, വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന മന്ത്രം. ആ മന്ത്രം ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഒരു നിലവിളക്ക് തെളിയിച്ചിട്ട് 5.5 ലക്ഷം പ്രാവശ്യം ഈ മന്ത്രം ഇങ്ങനെ ജപിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇദ്ദേഹം അങ്ങ് വിശ്വസിക്കുകയാണ്, ഞാൻ മന്ത്രം പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഞാനൊരു വിഷവൈദ്യനാണ്, ഇനി ഞാൻ ചികിത്സിച്ചാൽ ഫലിക്കും. ഇത് ഈ 5.5 ലക്ഷം തവണ ജപിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ കടന്നുകൂടി. അങ്ങനെ ഈ മന്ത്രജപമൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്, ഞാനൊരു തികഞ്ഞ വിഷവൈദ്യനാണ്. അങ്ങനെ വിശ്വസിച്ചിട്ട് എവിടെ ആർക്ക് പാമ്പുകടി ഏറ്റാലും അങ്ങോട്ട് പോയി ചികിത്സിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കൊച്ചിരാമനെ ഏൽപ്പിക്കാൻ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ പാമ്പുകടിയൊക്കെ ആദ്യം ചെന്നിട്ട് ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് വെള്ളം കയ്യിലെടുത്തിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ വെള്ളം ഈ മുറിവിലേക്ക് ഒഴിച്ച് ഇതൊക്കെ ഒന്ന് കഴുകി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചെറിയ പൊടിക്കൈയൊക്കെ നടത്തി കഴിയുമ്പം ഈ വിഷം അങ്ങ് ഇറങ്ങുന്നു. കാരണം കൊച്ചിരാമൻ്റെ അപാരമായ ആ ഒരു വിശ്വാസമാണ് അവിടെ കാണിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറേശ്ശെ ആളുകൾക്കൊക്കെ വിശ്വാസമായി. പിന്നീട് കൊച്ചിരാമനെ തിരക്കി ആളുകൾ വരാൻ തുടങ്ങി. കൊച്ചിരാമൻ അങ്ങോട്ട് പോയും ചികിത്സിക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പണം കൊച്ചിരാമൻ സമ്പാദിക്കുകയും അങ്ങനെ കൊച്ചിരാമൻ വലിയ ഒരു പണക്കാരനായി തീരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നാടുവാണിരുന്ന സാമൂതിരിപ്പാടിന് തമ്പുരാന് വിഷം തീണ്ടി. ധാരാളം നാട്ടുവൈദ്യന്മാരൊക്കെ വന്ന് ചികിത്സിച്ചു. അവർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും തമ്പുരാൻ്റെ വിഷമിറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തമ്പുരാൻ മരിച്ചു എന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. അദ്ദേഹത്തെ നിലത്തിറക്കി കിടത്തുന്നു. ആ സമയത്താണ് ആരോ പറയുന്നു, ഇങ്ങനെ ഒരു വിഷവൈദ്യൻ കൂടിയുണ്ട് കൊച്ചിരാമൻ, അദ്ദേഹത്തെ കൂടി എന്തായാലും ഒന്ന് കൊണ്ടുവന്ന് അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിൽ നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ച് അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊച്ചിരാമൻ അവിടെ എത്തിച്ചേരുകയും അദ്ദേഹം പഴയതുപോലെ തന്നെ തൻ്റെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് എന്തു ചെയ്തു, നമ്പൂതിരിപ്പാടിനെ ചികിത്സിക്കുവാനും തുടങ്ങി. ചികിത്സിക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി വെക്കണം, ഇപ്പോൾ തമ്പുരാൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒരു പുച്ഛസ്വരത്തിലാണ് അത് കേട്ടത്. കാരണം വലിയ കേമന്മാരൊക്കെ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണോ ഈ കൊച്ചിരാമൻ പറയുന്നത് എന്ന് ചിന്തിച്ചു. എന്തായാലും കുറച്ച് ആളുകൾ പോയിട്ട് കഞ്ഞിയൊക്കെ വെച്ചു. കൊച്ചിരാമൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളമെടുത്ത് വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് 108 തവണ ജപിച്ചിട്ട് തമ്പുരാൻ്റെ മുഖത്തേക്ക് തളിക്കുകയും ആ മുറിവുള്ള ഭാഗത്ത് ചില ചികിത്സകളൊക്കെ ചെയ്യുകയും ഈ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുകയുമൊക്കെ ചെയ്തു. ഈ വെള്ളം ശരീരത്തിൽ വീണ് അല്പസമയത്തിനകം തന്നെ സാമൂതിരിപ്പാട് കണ്ണു തുറന്നു. ഉടൻ തന്നെ ഒരു പ്രാവശ്യം കൂടി ഈ കൊച്ചിരാമൻ ഇപ്രകാരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ തമ്പുരാന് കുറച്ചും കൂടി ഒരു ആശ്വാസം വന്നു. മൂന്നാമതും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളം അങ്ങനെ ജപിക്കുകയും ആ വെള്ളം ഓതി തമ്പുരാൻ്റെ ശരീരത്തിൽ ഒക്കെ തളിക്കുകയും ആ മുറിവുള്ള ഭാഗത്ത് കഴുകുകയും ഞെക്കിയ വിഷം കളയുകയൊക്കെ ചെയ്തു. ഉടൻ തന്നെ തമ്പുരാൻ എഴുന്നേറ്റിരുന്നു. കഞ്ഞി വേണമെന്ന് പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കഞ്ഞി കൊണ്ടുവന്നു. തമ്പുരാൻ വയറു നിറച്ച് കഞ്ഞി കുടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ക്ഷീണമെല്ലാം മാറി. വിഷമിറക്കിയത് ആരാണ് എന്ന് തമ്പുരാൻ ചോദിക്കുന്നു.
ഈ ഇരിക്കുന്ന കൊച്ചുരാമൻ വൈദ്യനാണ് എന്ന് അവിടെ കൂടി നിന്ന സേവകന്മാരിൽ ഒരാൾ പറഞ്ഞു. തമ്പുരാന് വളരെയധികം സന്തോഷമാവുകയും ധാരാളം പട്ടും പണവും രത്നങ്ങളും ഒക്കെ തന്നെ ഈ കൊച്ചുരാമന് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ കൊച്ചുരാമനെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് വാദ്യഘോഷങ്ങളോടുകൂടി ഈ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് അവിടെ നിന്നിരുന്ന മറ്റുള്ള വൈദ്യന്മാർക്ക് വളരെയധികം നിരാശയും ലജ്ജയും അത്ഭുതവും ഉണ്ടായി. ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ആരാണത്? നമ്മുടെ കൊച്ചുരാമൻ വൈദ്യരുടെ ഗുരുവും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇത് തൻ്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണ് എന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വിഡി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ മറ്റെവിടെയോ പോയി ഒരു ദിവ്യമായ മന്ത്രം വശമാക്കി വന്നതാണ് എന്നാണ് ഈ ഗുരു, അതായത് ഈ നമ്പൂതിരിപ്പാട് ചിന്തിച്ചത്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൊച്ചുരാമൻ വൈദ്യര് തൻ്റെ ഗുരുവിനെ ആ സമയത്ത് കണ്ടതുമില്ല. അങ്ങനെ കൊച്ചുരാമൻ വൈദ്യനെ തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്ത് പട്ടാളക്കാർ അവരുടെ അകമ്പടിയോടുകൂടി കൊച്ചുരാമനെ വാദ്യഘോഷങ്ങളോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാനായി തുടങ്ങി. കൊച്ചുരാമൻ വൈദ്യരുടെ കൂട്ടത്തിൽ ധാരാളം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ആ സമയത്തിൻ്റെ ഇടയ്ക്ക് കൊച്ചുരാമൻ വൈദ്യർ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തൻ്റെ ഗുരുവിനെയും അദ്ദേഹം കാണുന്നു. ഉടൻ തന്നെ പല്ലക്കിൽ നിന്നും തന്നെ താഴോട്ടേക്ക് ഇറക്കാനായിട്ട് കൊച്ചുരാമൻ വൈദ്യർ പറയുന്നു. ഉടൻ തന്നെ പട്ടാളക്കാർ കൊച്ചുരാമൻ വൈദ്യരെ പല്ലക്കിൽ നിന്ന് താഴെ ഇറക്കുന്നു. തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്തിട്ട് ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ കൊണ്ടുചെന്ന് വെച്ച് ഈ കൊച്ചുരാമൻ വൈദ്യർ നമസ്കരിക്കുന്നു. അത് കണ്ടപ്പോൾ ഈ നമ്പൂതിരിപ്പാടിന് വലിയ അത്ഭുതമാണ് ഉണ്ടായത്. അപ്പോൾ കൊച്ചുരാമൻ വൈദ്യര് പറയുകയാണ്, ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ്. ഇതിനു മുമ്പും എനിക്ക് ധാരാളം പണവും സമ്മാനങ്ങളുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് കിട്ടിയത്. പക്ഷേ തിരക്കുകൊണ്ട് എനിക്ക് അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അങ്ങ് കോപിക്കരുത്, ഈ സമ്മാനങ്ങളെല്ലാം അവിടുന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ കൊച്ചുരാമൻ വൈദ്യര് നമസ്കരിക്കുന്നു. ഉടൻ തന്നെ ആ നമ്പൂതിരിപ്പാട് ചോദിക്കുകയാണ്, അതിന് ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപദേശിച്ച് തന്നില്ലല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഗുരു കൊച്ചുരാമൻ വൈദ്യരോട് പറയുന്നു. ഉടൻ തന്നെ കൊച്ചുരാമൻ ഗുരുവിൻ്റെ ചെവിയിൽ വളരെ സ്വകാര്യമായിട്ട് വിഡി കൂഷ്മാണ്ഡം എന്ന മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെയധികം അത്ഭുതം ഉണ്ടാവുകയും ഗുരുത്വം, ഭക്തി, വിശ്വാസം അതുമാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അതുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട. അതില്ലെങ്കിൽ മറ്റെന്ത് അറിവുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. ഈ 3 കാര്യങ്ങളും, അതായത് ഗുരുത്വം, ഭക്തി, വിശ്വാസം, ഇവ മാത്രമുണ്ടായാൽ മതി. അതില്ലെങ്കിൽ മറ്റെന്ത് അറിവുണ്ടായിട്ടും മറ്റെത്ര തന്നെ സാമർഥ്യമുണ്ടായിട്ടും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു ബോധം ആ ഗുരുവിന് ഉണ്ടാവുകയും ചെയ്തു. ഈ കഥയിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഗുരുത്വമാണ്, ഭക്തിയാണ്. അത് മാത്രമല്ല, നമുക്കിത് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസവുമാണ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുമില്ല. ചില കുട്ടികൾ നന്നായി പഠിച്ചു വരുന്ന കുട്ടികളായിരിക്കും. അവരെല്ലാത്തിലും വളരെ സമർത്ഥരായിരിക്കും. പക്ഷേ
പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചില കുട്ടികൾ നമ്മൾ നന്നായിട്ട് പഠിക്കും, കോളേജിലൊക്കെ കയറി കഴിയുമ്പം അവർക്ക് ഒരു മാറ്റം ഉണ്ടാകും. എന്തു ചെയ്യും? അധ്യാപകരെ നിന്ദിക്കാൻ തുടങ്ങും, അധ്യാപകരെ പൂട്ടിയിടാൻ തുടങ്ങും, അവരെ അനാവശ്യം പറയാൻ തുടങ്ങും. വീട്ടുകാരോടും മറ്റുള്ള മുതിർന്ന ആളുകളോടും ഒന്നും ബഹുമാനമില്ലാത്ത അവസ്ഥയുണ്ടാകും. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കും, ദൈവനിന്ദ നടത്തും. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നല്ല കുട്ടികളായിരിക്കും, നല്ല അറിവും ബോധവും നന്നായി സംസാരിക്കാനും ഒക്കെയുള്ള അറിവുള്ള കുട്ടികളായിരിക്കും. പക്ഷേ ജീവിതത്തിൽ കരിനിഴൽ വീഴും. എന്തുകൊണ്ടാണ്? അവരുടെ ഗുരുത്വമില്ലായ്മ. ആ സമയത്ത് നമ്മൾ പറയും, പണ്ട് ഇവൻ ഇന്ന അധ്യാപകനെ മനസ്സ് വേദനിപ്പിച്ചിരുന്നു, വീട്ടുകാരോട് അത് ചെയ്തിരുന്നു, അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ അനുഭവിക്കുന്നത് എന്നുള്ളത്. അതാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസമില്ലാതെ, ഭക്തിയില്ലാതെ, ഗുരുത്വമില്ലാതെ നമ്മൾ എന്തു ചെയ്താലും നമ്മൾ വിജയിക്കുകയില്ല. വിശ്വാസം അത് വളരെ പരമപ്രധാനമാണ്. ഇവിടെ ഗുരു ഉപദേശിച്ചു കൊടുത്തതാണ് മന്ത്രം. ഈ മന്ത്രം ഉപയോഗിച്ച് ഞാൻ ചികിത്സിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന രോഗി, ആ രോഗിക്ക് ആശ്വാസമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം. ചില ഡോക്ടർമാർക്ക് നല്ല കൈപുണ്യമാണ് എന്ന് പറയുമില്ലേ? അവർ വലിയ മരുന്നൊന്നും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാകില്ല, പക്ഷേ അവർക്ക് നല്ല കൈപുണ്യമായിരിക്കും. വലിയ വലിയ ഡിഗ്രി എടുത്തുകൊണ്ട് ചില ആളുകൾ ചികിത്സിക്കും, പക്ഷേ രോഗം മാറില്ല. ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന ആ ഒരു തത്വത്തിൻ്റെ ഒരു പ്രാധാന്യം. കാരണം നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമ്മൾ അതായിത്തീരും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. നമുക്ക് ആര് എന്ത് അറിവ്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് പറഞ്ഞു തരുന്ന ആ ആളുകളോട് നമ്മൾ നന്ദിയുള്ളവരായി തീരുക. ഗ്രാറ്റിറ്റ്യൂഡ് അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ആ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ബുക്കും പേനയും എടുത്തിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ച ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ കാര്യങ്ങൾക്ക് നന്ദി പറയണം. ചിലപ്പോൾ കടവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും, പക്ഷേ കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീടെങ്കിലും നമുക്ക് കാണും. അതുപോലും ഇല്ലാത്ത ആളുകൾ ഈ ഭൂമിയിലുണ്ട്. എനിക്ക് സ്വന്തമായൊരു വീടുള്ളതിന് ഞാൻ നന്ദി പറയുന്നു. ഞാനിന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിച്ചു, അതിന് നന്ദി പറയുന്നു. ഞാനിന്ന് ഈ മാധവം എന്ന യൂട്യൂബ് ചാനൽ കേൾക്കുന്നു, ഈ കഥ ഞാൻ അറിയുന്നു, അതിന് ഞാൻ നന്ദി പറയുന്നു. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. നമ്മളിന്ന് പുറത്തേക്ക് പോയി ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴാൻ സാധിച്ചു, അതും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കണം. കാരണം ഞാനിന്ന് പുറത്തേക്ക് പോയി, ഇന്ന് ഞാൻ തിരുവല്ലം ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ അച്ഛന് വേണ്ടി ഞാനിന്ന് ബലിയിട്ടു. അവിട്ടം നക്ഷത്രം. ഞാൻ ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് കൊണ്ടാണ് എനിക്കതിന് സാധിച്ചത്. എല്ലാ മാസവും എനിക്ക് ബലിയിടാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ അതിന് നന്ദി പറയണ്ടേ? എത്രയോ ആളുകൾക്ക് അതിന് സാധിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അതിന് നന്ദി പറയണം. പോകുന്ന വഴിക്ക് പഴവങ്ങാടി ഗണപതിയെ ഒന്ന് കണ്ടു തൊഴുതു. ഞാനതിന് നന്ദിയുള്ളവളാകണ്ടേ? എത്രയോ ആളുകൾ പഴവങ്ങാടി ഗണപതിയെ ഇതുവരെ കാണാത്ത ആളുകളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരത്തിന് മുമ്പിൽ നിന്ന് ഞാനൊന്ന് ഭഗവാനെ തൊഴുതു. ഞാനതിന് നന്ദിയുള്ളവളാകണ്ടേ? എത്രയോ ആളുകൾ ഇതുവരെ തിരുവനന്തപുരം എന്ന നഗരത്തിൽ വരാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. ഈ നഗരത്തിൽ എനിക്ക് താമസിക്കാൻ സാധിക്കുന്നു. ഞാൻ നന്ദിയുള്ളവളല്ലേ? ഭഗവാൻ എന്നെ അതിന് അനുവദിച്ചില്ലേ? എൻ്റെ ബന്ധുക്കളിൽ എത്ര പേർക്ക് വരാൻ സാധിക്കുന്നുണ്ട്? അപ്പം ഇതിനെല്ലാം ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ എന്തുണ്ടാകണം? നന്ദിയുള്ളവർ ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ അതൊക്കെ ഓർത്തോർത്തോർത്ത് നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതി വരുമ്പോൾ 50ഉം 60ഉം നന്ദികൾ, ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതൊക്കെ ആ ഒരു ഫീലോട് കൂടി തന്നെ നിങ്ങൾ എഴുതണം. എനിക്കതിന് സാധിച്ചല്ലോ, കിട്ടാത്തതിനെ പറ്റിയിട്ടല്ല.
കിട്ടിയതിനെ പറ്റി നിങ്ങൾ നന്ദിയുള്ളവരാകണം. എന്നിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിക്കണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സന്തോഷിക്കണം. ഈ നിമിഷം നിങ്ങൾക്കത് കിട്ടിയാൽ നിങ്ങൾ എത്ര സന്തോഷിക്കും? ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ നീ നിൻ്റെ കർമ്മം ചെയ്യുക, ഫലം ഞാൻ തന്നുകൊള്ളാം. ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കാനായിട്ട്, കുളിച്ച് നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും കൈയും കാലും മുഖവുമൊക്കെ കഴുകി വിളക്ക് തെളിയിക്കേണ്ട, പക്ഷേ ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നും തെളിയിച്ചില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ നന്ദി വാചകങ്ങൾ പറയുക, പ്രകൃതിയോട് നന്ദി പറയുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിക്കുന്നത് കഴിയുന്നതും കുളിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ശരീരമെങ്കിലും ദേഹമെങ്കിലും ഒന്ന് കുളിക്കണം. പ്രായമായ ആളുകളാണെങ്കിൽ, ചെറുപ്പക്കാരാണെങ്കിൽ നിർബന്ധമായും ശരീരശുദ്ധി വരുത്തണം. അതിന് നമുക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ കയറേണ്ട, ഒരു ചെറിയ ഒരു മെഴുകുതിരിയൊക്കെ മേടിച്ച് വെച്ചിട്ട് ആ ഒരു മെഴുകുതിരി വെട്ടത്തിലിരുന്നു കൊണ്ട്, ആ പ്രകാശത്തിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നന്ദി വാചകങ്ങൾ നിങ്ങൾക്ക് പറയാം. ഓരോ വാചകങ്ങൾ പറയുമ്പോഴും നിങ്ങൾ അതിൽ സന്തോഷിച്ചിട്ട് വേണം പറയാൻ. അല്ലാതെ ഇങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണാതെ പറയും അല്ലേ? അങ്ങനെ കാണാതെ പറയുന്നത് പോലെ 1 2 3 എന്ന് പറയരുത്. ഒരു വീട് ലഭിച്ചു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്കൊരു കൊച്ചു വീടുണ്ട്, അപ്പോൾ നമ്മൾ ഇല്ലാത്ത ആളുകളെ പറ്റി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് എനിക്കിതുണ്ടല്ലോ, അപ്പോൾ ഞാൻ വളരെ ബ്ലെസ്ഡാണ് ഞാൻ. ആ ഒരു സന്തോഷം ഭഗവാനെ എനിക്കുണ്ടല്ലോ, ആ ഒരു നിറഞ്ഞ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു, അവർ നമ്മളെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, അപ്പം എത്രയോ ആളുകൾക്ക് അതില്ലാത്തതുണ്ട്. ആ ഒരു സന്തോഷം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ഫീൽ ചെയ്യണം നമ്മുടെ മനസ്സിലേക്ക്. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ഇവിടെ കൊച്ചുരാമൻ വൈദ്യർ എങ്ങനെയാണോ വിജയിച്ചത് അതുപോലെ വിജയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഐതിഹ്യമാലയിലുള്ള ഒരു കഥയാണ്. ഐതിഹ്യമാല കയ്യിലുള്ള എല്ലാവർക്കും ഈ കഥ അറിയാൻ സാധിക്കും. ഒന്നെടുത്ത് വായിച്ചു നോക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.